പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതം ബലവത്താകണമെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ നിരീക്ഷിക്കുന്നുവെന്ന് പഠിച്ചു വെക്കണം നല്ലതാണ്. ഇപ്പം ഞാൻ ഇന്ന് നാളെ മറ്റന്നാൾ ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ചോദിക്കണില്ലേ, അതായത് നീ എന്താണ് ചെയ്തത്? ഇപ്പം ചെയ്തു പോയ കാര്യങ്ങളാണ്. രണ്ടാമതൊരു ചോദ്യം ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യുന്നു? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തത്, നീ ചെയ്യാനിരിക്കുന്നത് ഭാവിയിലെ. അപ്പോൾ ഈ ദൈവം നമ്മളെ നിരീക്ഷിക്കണ ഒരു വിഷയമുണ്ട്. ഞാൻ ആദ്യ ദിവസം പറയാം. ഉദാഹരണത്തിന് ഉൽപ്പത്തി 3:13 എടുത്തേ. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ഇനി ഇത് ഹവ്വായോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി ദൈവം കായേനോട് ചോദിക്കും. ഉൽപ്പത്തി 4:10. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? അപ്പൊ കായേൻ ആബേലിനെ കൊന്നല്ലോ. അപ്പൊ അതിന് കർത്താവ് ചോദിച്ചത്, ആ കൊല കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിച്ചതാണ്, നീ എന്താണ് ചെയ്തത്? ഇപ്പൊ ഹവ്വ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, കർത്താവിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, അതുകൊണ്ടാണ് ഈ അനുതാപത്തിന് പ്രസക്തി വരണത്. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണിത്, നീ എന്താണ് ചെയ്തത്? എന്നുവെച്ചാൽ നിൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? അതിനെപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. അതിൻ്റെ മറുപടി ദൈവത്തിന് പറ്റുന്നൊരു മറുപടിയാണ് കൊടുക്കേണ്ടത്. കായേന് പറ്റിയ, ഹവായ്ക്കും പറ്റിയ ഒരു വിഷയം ദൈവത്തിന് പറ്റിയ മറുപടിയല്ല അവർ കൊടുത്തത്. അതായത് ഹവ്വായോടും അതുപോലെ തന്നെ കായനോടും ദൈവം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിച്ചവരോട്, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. പക്ഷേ ഒരു പ്രശ്നമുള്ളതേ, നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഉത്തരം ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. ദൈവം പ്രതീക്ഷിച്ച ഉത്തരമല്ല അവർ പറഞ്ഞത്. അതാണ് അവർ ശിക്ഷയിൽ നിന്ന് വലിയ ഇളവ് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം. എന്താ അവളുടെ ഉത്തരം? എന്താ? അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു. അതാണ് അവർ ചെയ്ത കാര്യങ്ങൾ മറ്റവരുടെ കഴുത്തെ കെട്ടിവെച്ച്. ഇത് ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അത് ഭർത്താവ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല. നീയാണത് ചെയ്തത്. കാര്യം നിൻ്റെ വയറ്റിലാണ് കർത്താവ് കുഞ്ഞിനെ തന്നത്. അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശ ഉടമസ്ഥ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം വേറെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ നിൻ്റെ ജീവന് കേടുണ്ടാകണം, അത് ഡോക്ടർ പറയണം. അപ്പം അത് പോലെ തന്നെയാണ് കായൻ എന്ന് പറഞ്ഞത്. കായൻ കൊടുത്ത മറുപടിയും ദൈവത്തിന് സ്വീകാര്യമല്ലായിരുന്നു. എന്താണ് കായൻ പറഞ്ഞെന്ന് നോക്കി. 34:9. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ഇതാണ് ഒരു പ്രശ്നം. കണ്ടാ, അതായത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ അപരാധങ്ങൾ നീതീകരിക്കുന്ന ഒരു ഉത്തരം കൃപാദായകമല്ല. ഒരു സാധനം ദൈവം ഏക്കത്തില്ല. അത് നീ എന്താണ് ചെയ്തത് നീ തന്നെ ഏക്കണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അനുതാപമാണ് അവിടുത്തെ മാർഗം. ലോകത്തിലെ ഏറ്റവും നല്ല അനുതാപം നടത്തിയത് ദാവീദിനോട് ചോദിച്ചായിരുന്നു ദൈവം. ഉറിയായെ കൊന്നു കഴിഞ്ഞപ്പോഴും
ദാവീദിനോടും ദൈവം ചോദിച്ചായിരുന്നു, നീ എന്താണ് ചെയ്തതെന്ന്. എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞത് കായനോടും ചോദിച്ചു, ഹവ്വായോടും ചോദിച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ പ്രാക്കപ്പെട്ട ഉത്തരങ്ങളാണ്. മറ്റുള്ളവരുടെ കഴുത്തെ കെട്ടിവെക്കുകയും സ്വയം ഉത്തരവാദിത്തം ഒഴിയണ രീതിയിലാണ്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചാൽ എൻ്റെ മക്കൾ ഫ്ലാറ്റായിട്ട് അതിൽ നിന്ന് കഴിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഉൽപ്പത്തിയുടെ പാഠങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ അസസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു സാധനവും അത് നമ്മൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും അനുതാപത്തിൽ ദൈവം പ്രതീക്ഷിക്കണില്ല. ഫ്ലാറ്റായിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയാൻ കാര്യം അതാണ്. നമ്മുടെ ഭാരങ്ങളാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാത്ത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം സ്വീകരിച്ചത്. അതാണ് ഈശോനെ ഏറ്റെടുപ്പുകാരൻ എന്ന് പറയുന്നത്. അതാ ഐസയൊക്കെ പറയണില്ലേ, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നതെന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വിഷയം, കർത്താവേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കത്തില്ല, എന്നെ അനുഗ്രഹിക്കണം, അങ്ങനെ ഒരു നിലപാടാണ് ഭാവി ജീവിതത്തിൽ ഭൂതകാലത്ത് സംഭവിച്ചു പോയ വിഷയങ്ങളെക്കുറിച്ച് ദൈവ സന്നിധി ഒരു നിക്കക്കളി കിട്ടാൻ വേണ്ടി നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന നിലപാട്. ഞാൻ വർക്കലെന്ന് വരുന്നു. എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇന്നലെ എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടന്നു. അത് ഞാൻ ഉടമ്പടി എടുത്തത് 2021 10-ാം മാസമാണ്. ഞാൻ ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല, എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റി കുടിക്കാൻ വെള്ളമില്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കറണ്ട് ഒരുപാട് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി തിരിച്ചു വന്നു. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും തിരുകുമാരൻ്റെയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് വെഞ്ചരിച്ച തേനിരിക്കുകയായിരുന്നു. ആ തേനെടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കിണറ്റിലൊഴിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്ന അമ്മ മാതാവേ, എനിക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു. അങ്ങനെ തിരിഞ്ഞു നടന്നപ്പോൾ കിണറ്റിലൊരു ഭയങ്കര ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനി ഉരുണതും വല്ലതും കേട്ട് വീണാ എന്തായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് അരിയിട്ട് തിളയ്ക്കുന്നത് മാതിരി എൻ്റെ കിണറ്റിൽ വെള്ളം പൊന്തി കുമളയിട്ട് കയറുന്നു. എനിക്കത് കണ്ട് എനിക്ക് ശരീരം വരെ തളർന്നു പോയി. ഇപ്പോൾ എനിക്ക് ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പറഞ്ഞു. എൻ്റെ മകളടുത്ത് മോട്ടർ ഇട്ടു. ആ കിണറിട്ട് എൻ്റെ മോട്ടർ നിറച്ച്, എൻ്റെ ടാങ്ക് നിറച്ച് വെള്ളം കയറി കവിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത അയൽവാസികളും എൻ്റെ എല്ലാ ആൾക്കാരും ഓടി വന്നു ഇത് കണ്ടു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. അവർക്കെല്ലാം അമ്മ മാതാവിൻ്റെ അടുത്ത് വരാൻ അവർ വണ്ടി വിടുമെന്ന് ചോദിച്ചു. ഞാൻ എല്ലാം സമ്മതിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് 8 വർഷം കൊണ്ട് അറ്റാക്ക് ആയി ചികിത്സയിലായിരുന്നു. ഇപ്പം 2021 11-ാം മാസം എൻ്റെ ഭർത്താവിന് അസുഖം കൂടുതലായി. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ 2 കിഡ്നിയും ഇല്ല. അതിൽ 1 കിഡ്നി മൊത്തത്തിൽ പോയി, 1 കിഡ്നി പകുതിയോളം ആയി. പിന്നെ ഹാർട്ട് ഇല്ല, വാൽവില്ല, ശ്വാസകോശം ബ്ലഡ് പമ്പ് ചെയ്യുന്ന അത് 10 മിനിറ്റ് ആകുമ്പോഴേ അങ്ങ് വരത്തുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇനി ചികിത്സിക്കാൻ ഞങ്ങൾക്ക് മരുന്നൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകണം, കൊറോണയാണ്, ഇവിടെ ഇനി കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 30 ദിവസത്തെ അവധിയും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ ഓടി വന്നു, എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പ് വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് തന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഇപ്പോൾ യാതൊരുവിധ ഒരു ഡോക്ടറെ ഗുളിക പോലും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് നേരായി ജീവിച്ച് ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. പിന്നെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകള്
IDFC ബാങ്കിൽ പ്രൈവറ്റ് ബാങ്കാണ്, അവിടെ വർക്ക് ചെയ്യുന്നു. അവൾക്ക് ഞങ്ങൾക്ക് കൂട്ടത്തോടെ 9 പേർക്കും കൊറോണ വന്നു. ആ സമയത്ത് എൻ്റെ മകളെ എനിക്ക് കാണാൻ കിട്ടും. 5 മണിക്ക് അവൾ ജോലിക്ക് പോകും, തിരിച്ച് 7 മണിക്കാണ് വരുന്നത്. ആ സമയത്ത് ഞാൻ കൊറോണ വന്നപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, അമ്മ എനിക്ക് തല ഭയങ്കര വേദന, എൻ്റെ കാതിൻ്റെ സൈഡും വേദന വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ മുഴ കാണുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും 3 ദിവസം കൂടെ കഴിഞ്ഞല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ടെസ്റ്റും കഴിഞ്ഞപ്പോഴത്തേക്ക് നെഗറ്റീവായി. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഈ മുഴ കാണിക്കാനായിട്ട് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് ഇത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോയി. അത് ഞാൻ ടെസ്റ്റിനായിട്ട് അയച്ചു. 3-ൻ്റെ അന്ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് ക്യാൻസറാണെന്ന് റിസൾട്ടാണ് വന്നത്. ആ മകളെ ഓടി എൻ്റെ അമ്മേരെ അരികിലേക്ക് വന്നു. അമ്മേരെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, മകളെ ഉടമ്പടി എടുത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്ത് പോയി. തിരിച്ചു ചെന്നപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു അതിൽ നിന്ന് കട്ട് ചെയ്തു ടെസ്റ്റിന് വീണ്ടും അയച്ചപ്പോൾ 20-ാം തീയതി റിസൾട്ട് വന്നു. യാതൊരുവിധ കുഴപ്പവുമില്ല. ഈ രോഗം അമ്മ മാതാവും തിരുകുമാരനും എൻ്റെ മകളുടെ രോഗം മുഴുവനും എടുത്തു മാറ്റി. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി മഹത്വവും നന്ദി സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. അമ്മേ മാതാവേ സ്തോത്രം. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. വലിയ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ലത പങ്കുവച്ചത്. ആ ഫോട്ടോ എടുത്ത് ലതയുടെ കിണറ്റിൽ വെള്ളം ഇല്ലാതായപ്പോൾ ലത അയലത്തരത്ത് വന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞ്, അതായത് കറണ്ട് ചാർജ് കൂടുന്നതുകൊണ്ട് വെള്ളം തരാൻ പറ്റുന്നു. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം, ലത ഉടനെ ചെയ്തൊരു കാര്യമാണ്. ഇപ്പം ഇതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടേ, അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ലത ചെയ്തത് മത്തായി 6:33 ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ്റെ നീതിയിൽ ആശ്രയിച്ചു. ബാക്കി ദൈവം കൂട്ടിച്ചേർത്തൊരു സാക്ഷ്യമാണ്. എന്നിട്ട് ലത വെഞ്ചരിച്ച തേന് 2 തുള്ളി ഈ വറ്റി വരണ്ട കിണറ്റിലേക്കിട്ട് തിരിഞ്ഞ് എത്ര ചുവട് വെച്ചു? 5 ചുവട് വെച്ചില്ല. പെട്ടെന്നൊരു സ്ഫോടനം പോലെ കേട്ട് ലത തിരിഞ്ഞു നിൽക്കുമ്പോൾ വെള്ളം കിണറ്റിൽ കുവിഞ്ഞു പൊങ്ങുകയാണ്. കഞ്ഞി തിളക്കുന്ന അതേ ഇതിൽ വെള്ളം കുതിഞ്ഞു നിന്നത് സാക്ഷ്യമാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വെള്ളം കഞ്ഞി തിളക്കുന്ന പോലെ കുവിഞ്ഞ വെള്ളം കവിഞ്ഞൊഴുകുന്ന രംഗമാണ്. ഇതാണ് ഉടമ്പടി ഒരു അനുഭവം എന്ന് പറയുന്നത്. നിറച്ച് വെള്ളമാകുകയാണ്. അതൊരു 5 ചുവട് പോലും വെക്കേണ്ടി വന്നില്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഉടനടിയാണ് അനുഭവം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കൃപ അനർക്കളമായി വർഷിക്കും. അതായത് ഗലാത്യർ 3:16 പ്രകാരം ദൈവത്തിൻ്റെ സ്ഥിരമായ മനുഷ്യരുള്ള സ്നേഹത്തിൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. ഈ ക്രിസ്തുവിൻ്റെ രക്ഷയാണ് ഉടമ്പടി ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കും ലഭിക്കുന്നത്. അത് ഉടനടിയാണ്. വിശ്വസിക്കണം, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടില്ലേ, അത് 4 അറ്റാക്ക് കഴിഞ്ഞതാണ്. അതും ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിച്ച ഭർത്താവ് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഒരു മരുന്ന് പോലും ഇല്ല. ശരിയല്ലേ അതെ? ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ക്യാൻസറാണെന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്ത് ബയോപ്സി കഴിച്ചു. അപ്പോഴും ലത ആശ്രയിച്ചത് ദൈവത്തിലാണ്. ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുള്ളവരാകാം, ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാകാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഈ സാക്ഷ്യം വെറുതെ കണ്ടവരാകാം. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധി അമ്മയാണ് നിൻ്റെ കൂടെ വരുന്നത്. അമ്മ നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19 അമ്മ കൂടെ വരികയാണ്. യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അമ്മയെ സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ്. അങ്ങനെ അമ്മയെ സ്വീകരിച്ചു പോകുമ്പോൾ അമ്മ നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ നിൻ്റെ ഭവനം സമാഗമ കൂടാരമായി മാറും. ദൈവത്തിൻ്റെ അദൃശക്തി നിൻ്റെ കൂടെ ഉണ്ടാകും. നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത വിഷയങ്ങളിലും
പരിശുദ്ധ അമ്മ ഇടപെടും. ഉടമ്പടി ഉടനടി അനുഭവമാകും. നിൻ്റെ ജീവിതത്തിന് രക്ഷയും കൃപയും സമൃദ്ധിയും എല്ലാ മേഖലകളിലും ഒരേ സമയം, ഭൗതിക മേഖലയിലും ഒരേ സമയം, സാമ്പത്തിക മേഖലയിലും ഒരേ സമയം, ആരോഗ്യ മേഖലയിലും ദൈവത്തിൻ്റെ കൃപ വർഷിക്കുന്ന അതുല്യമായ പ്രാർത്ഥനയാണ് ഉടമ്പടി. ദൈവം ഉടനടി ഇടപെടുന്നു എന്നുള്ള സാക്ഷ്യമാണ് ലത ഇപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത്. ഈ സാക്ഷ്യത്തോട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം. യേശുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അലക്സ് എന്നാണ്. എൻ്റെ വൈഫാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ മാതാവും അതുപോലെ പുണ്യാളന്മാരൊന്നുമില്ല. അങ്ങനെ ഞാൻ മാതാവിനെ അറിയുന്നത് തന്നെ വൈഫ് കാരണമാണ്. വൈഫ് യൂട്യൂബ് വഴി പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തുമ്പോൾ അവളങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾക്കിങ്ങനെ ഒന്നും മാതാവൊന്നുമില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇവൾ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണാനിടയായപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാനും എനിക്ക് ഫാമിലിയിൽ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അയൽവാസികളുമായിട്ടും ബന്ധുക്കളോ എല്ലാ കാരണങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനങ്ങ് പ്രാർത്ഥിച്ചാണ് മാതാവിനോട്. 2019 നവംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ ഉടമ്പടി വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതുപോലെ തന്നെ മാതാവ് നടത്തി തന്നു. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ വൈഫിന് കൊടുക്കാം, അവളായിരിക്കും കൂടുതൽ പറയാൻ. നവംബർ 3-ാം തീയതി 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ആദ്യം ഞാനും അമ്മയും കൂടെയാണ് ഇവിടെ വന്നെടുത്തത്. അമ്മയുടെ കൂടെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ അവിടെ വീടും സ്ഥലമൊക്കെ ഉണ്ട്, 9 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടെങ്കിലും അത് തരുമൊന്നും ഇല്ലെന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ വിചാരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ യൂട്യൂബിലെ പ്രാർത്ഥന കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കരിപ്പൂർ എയർപോർട്ടിലെ ഒരിതിൽ വിളിച്ച് ജോലിക്ക് കയറുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി നോക്കി. അത് കഴിഞ്ഞ് പിന്നെ 12 മണിക്കൂർ അവിടെ നിൽക്കേണ്ട കാരണം വിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയവനൊരു വിശ്വാസമൊക്കെ ആയി മാതാവിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഇവിടെ വന്ന് ഇതുപോലെ നവംബറിൽ വന്നപ്പോഴത്തേക്ക് 2019 വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വഴിയില്ലായിരുന്നു. ഒരു പോസ്റ്റ് കാരണം ഒരാൾക്ക് കഷ്ടപ്പെട്ട് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സ്ഥലത്ത് പോസ്റ്റ് മാറ്റാണ്ട് ഇവർ അപേക്ഷ കൊടുത്ത് ഒരു 15 വർഷത്തോളം അപേക്ഷ കൊടുത്തെങ്കിലും ചെല്ലുമ്പം അവർ വന്ന് നോക്കുമ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർ തന്നെ അത് മുടക്കി വിടുമായിരുന്നു. അങ്ങനെ അത് മുടങ്ങി വീട്ടിലോട്ട് വഴി വരാനായിട്ട് അവർ സമ്മതിക്കുകയില്ലായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി വെച്ചതിൽ ഇതുവഴി ഞങ്ങൾ പോലും വിചാരിക്കാതെ ഉടമ്പടി വെച്ച് ഒരു 14 ദിവസം പോലും ആയില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് ആൾക്കാർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അപ്പുറത്ത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരെയൊക്കെ സമ്മതപത്രം വേണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവർ അവർ തരുവേലെന്നറിയാം. പക്ഷെ എന്നാലും അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്ന് നോക്കി ശേഷം പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഒരു പണിക്കാരെ വിടാം, അവർ വന്ന് നോക്കട്ടെ, പോസ്റ്റ് മാറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അന്ന് എൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പണിക്കാർ വന്നിട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അവരവിടെ വന്നിട്ട് കുഴിയെടുത്തിട്ട് സാധാരണ പോയി പിന്നെ അവർക്ക് തോന്നുമ്പോൾ മാത്രം വന്ന് പോസ്റ്റ് മാറ്റി ഇടുകയുള്ളായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഒരു വൈകുന്നേരം ആകുന്നതിന് മുമ്പായിട്ട് തന്നെ പോസ്റ്റ് മാറ്റി തന്നിട്ട് അവർ പോയി. പക്ഷേ 15,000 രൂപ വേണമെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു 7,000 രൂപ താഴെ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് അതിന് ചിലവ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മ ഈ സ്ഥലം ഞങ്ങൾക്ക് തരുവല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അച്ഛൻ ഇതുപോലെ തന്നെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം വീട് അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്, പക്ഷേ സ്ഥലം 6 സെൻറ്റ് അച്ഛൻ്റെ പേരിലുമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛൻ്റെ 6 സെൻറ്റ് നിനക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ആ 6 സെൻറ്റ് സ്ഥലം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അതിര് പ്രശ്നമുണ്ട്, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് തന്നെ അതിര് പ്രശ്നവും കാര്യങ്ങളുമൊക്കെ എന്നും മിക്കവാറും ദിവസം അവിടെ വഴക്കും പോലീസിൻ്റെ കേസും പ്രശ്നമൊക്കെ ആയിരുന്നു. അതേതായാലും ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി വെച്ച ശേഷം അതിര് ഞങ്ങൾ കെട്ടാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലായിരുന്നു. ആ സമയത്ത് TVSൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ പേഴ്സണൽ ലോൺ ഉണ്ട് തരാം, പക്ഷേ 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ അടുത്ത കടവും തിരിച്ച് അടയ്ക്കേണ്ടി വരും.
അങ്ങനെ പറഞ്ഞ് ഏതായാലും വേണ്ട എടുത്തേക്കാം, ഏതായാലും സ്ഥലം 6 സെൻറ്റ് ആൾ എഴുതി കിട്ടിയല്ലോ, എന്നാൽ പിന്നെ അത് എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് അതിനെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ബജാജുകാർ വിളിച്ചിട്ട് പറഞ്ഞു പേഴ്സണൽ ലോണുണ്ട് 1,25,000 രൂപ തരാം, 1,45,000 അങ്ങനെ കണ്ട് അടവ് വരുവുള്ളൂ, വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ചക്കകത്തെ പൈസ കയറുവുള്ളൂ എന്ന് പറഞ്ഞത് വെറും ഒരു 3 ദിവസം കൊണ്ട് ആ പൈസയും കയറി. അപ്പം ഞങ്ങളങ്ങനെ ആ ലോണിന് പാസ്സാക്കാനായിട്ട് കൊടുത്തു. പക്ഷേ അതുപോലെ തന്നെ കെട്ടാനായിട്ട് ആ പൈസ ഇല്ല. ഈ ലോൺ കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അതാ ചെറുക്കൻ ആ കല്ലിൻ്റെ പരിപാടി പോലും അല്ല, അപ്പോൾ അതിനെന്തോ പെട്ടെന്ന് അതിന് കല്ല് വെട്ടുന്ന പരിപാടി തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് മേളത്തെ തട്ടുകല്ല് നിനക്ക് തരാം കെട്ടാനായിട്ട്, ബാക്കി അടിയിലോട്ട് വരുന്ന മാത്രമേ വീട് പണിക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ, അപ്പോൾ തട്ടുകല്ല് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 9 ലോഡിന് മേളിൽ കല്ല് ഞങ്ങൾക്ക് ഇറക്കി തന്ന് അതിൽ കെട്ടാനായിട്ട്. പക്ഷേ അതിന് ശേഷം അവർക്ക് ആ കല്ല് അതായത് വീട് പണിക്കായിട്ട് എടുക്കാൻ പറ്റുമല്ല, അതുകൊണ്ട് ആ കല്ല് വെട്ടുന്നത് നിർത്തി ആ ചെറുക്കൻ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാവ് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ആ കല്ല് അത്രയും വെട്ടി ഞങ്ങൾക്ക് പൈസ ഇപ്പോൾ ഉടനെ വേണ്ടെന്ന് പറഞ്ഞ് 4,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ലോഡ് ആ ചെറുക്കൻ ഞങ്ങൾക്ക് ഇറക്കി തന്നു 8-9 ലോഡിന് മുകളിൽ. അതുപോലെ തന്നെ അതിന് ശേഷം അവിടുത്തെ ആ സൈഡ് കെട്ടുന്ന സമയത്തൊക്കെ വഴക്കുണ്ടാക്കാൻ വരും. പക്ഷേ എന്നാലും എത്ര നാളായി അതിര് ഈ പ്രശ്നം നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? എത്ര വർഷമായിട്ടുണ്ടാവും പ്രശ്നം നടക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-35. ഈ എൻ്റെ ഭർത്താവ് ഉണ്ടായ അന്ന് ജനിച്ച അന്ന് മുതൽ അവിടെ തന്നെ വഴക്കും പ്രശ്നങ്ങളും ആണെന്ന് പറഞ്ഞാൽ അതിര് പ്രശ്നമാണ്. അപ്പോൾ അച്ഛൻ്റെ വീതം സ്ഥലമാണ്. അപ്പോൾ അന്നേ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത് ഇവരുടെ വഴക്കുകൾ തമ്മിൽ. ഏതായാലും പിന്നെ താഴത്തെ വീട്ടുകാരുമായിട്ടും വഴക്കാണ്. ഇങ്ങനെ മേളും താഴെയായിട്ടായിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസത്തെ മഴ ഇതൊക്കെ കഴിയും തോറും സ്ഥലം കുറഞ്ഞു വരുമായിരുന്നു. അങ്ങനെ ഏതായാലും അവിടെ കെട്ടി ഞങ്ങൾ ശരിയാക്കി. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു സൈഡ് വരുന്നത് പുറഭാഗം അമ്പലമാണ് വരുന്നത്. അതും അമ്മയുടെ കൃപ കൊണ്ട് അതും ഞങ്ങൾ കെട്ടി ശരിയാക്കി. പിന്നെ വരുന്ന അച്ഛൻ്റെ ചേട്ടൻ്റെ സ്ഥലമാണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ അവർ കെട്ടാതെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ നാളായി ഒരു 5-8 മാസമായിട്ടും കെട്ടുന്നില്ല. അത് ഞങ്ങൾ വീണ്ടും ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ എഴുതി വെച്ച് അതുവഴി ഞങ്ങൾക്ക് വീണ്ടും അവർ ഞങ്ങൾ തന്നെ കെട്ടിത്തരാം, ഒരു വരിയാണെങ്കിൽ ഒരു 3-4 വഴി വേണമെങ്കിലും ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ തന്നെ കെട്ടിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ വന്നിട്ട് അവർ രാവിലെ പണി തുടങ്ങി. 2 ദിവസം കൊണ്ട് അവർ അതിര് തീർത്ത് തന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റ് മാറ്റിയ വഴി ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി പോലും കയറി വരുമല്ല. ഒരു ഓട്ടോ വാങ്ങിച്ചിട്ട് താഴെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഓട്ടോ അവിടെ കൊണ്ടിടുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് ഞങ്ങളത് കൊടുത്ത് വണ്ടിയുടെ ഇടയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് വലിയ ലോറി വരെ ഞങ്ങളുടെ വീണ്ടും മുറ്റത്ത് കയറ്റിടാവുന്ന വിധത്തിലുള്ള വഴി കിട്ടി. അതുപോലെ തന്നെ ഈ ലോൺ കിട്ടിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുമല്ല. പണിയില്ലേ നമ്മുടെ വീടിൻ്റെ അതിര് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അതിന് മെനക്കെട്ട് ഒരു 2-3 മാസം എടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അതിരും ഇതെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വീടിൻ്റെ പണിയും പകുതി തേപ്പൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അന്നേരത്തേക്ക് ഇതുപോലെ കൊറോണയുടെ സമയത്ത് ഒരു മുറ്റത്തമുല്ല എന്ന് പറഞ്ഞ ഒരു ലോൺ സഹകരണ ബാങ്കിൽ നിന്ന് പാസ്സായി. അത് എനിക്കും എൻ്റെ അമ്മായിയമ്മയ്ക്കും കൂടെ പാസ്സായി. 1,00,000 രൂപ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ തേപ്പ് പൂർണ്ണമായിട്ട് തീർത്ത്. പക്ഷേ ഇനി തറയിടാനുണ്ട്. ആ വീടിൻ്റെ പണി തീർത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ ലോൺ അടയ്ക്കണമല്ലോ, ഈ ലോണും ബജാജിൻ്റെ ലോണും എല്ലാം കൂടെ അടവായി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴത്തേക്കുണ്ട് അന്നേരത്തേക്ക് ഒരു 6 മാസത്തിന് മുകളിൽ ആ ലോൺ അടവ് അമ്മ മാതാവായിട്ട് നീട്ടി തന്ന് അതിനുശേഷം അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ പലിശ മാത്രം ആദ്യം 3 വർഷത്തേക്ക് എങ്ങാണ്ട് അടച്ചാൽ മതി, അത് 5,000-ന് മുകളിൽ അടവ് വരേണ്ട ലോണ് വെറും 2,000 അടുത്താക്കി അവർ തന്ന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇതിൻ്റെ ഒരു കൂട്ടുകാരന് ഒരു 50,000 രൂപ വിട്ട് തന്നതാണ്. അത് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അത് വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇനി അത് തരണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ കൊറോണയൊക്കെ കൂടിയ സമയത്ത് പിന്നെ ഞങ്ങൾ കൃപാസനത്തിലെ പ്രാർത്ഥനയൊക്കെ ചെറുതായിട്ടൊക്കെ മുടക്കി. അപ്പം രണ്ടാമതൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നത് അബോർഷനായി പോയായിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം പിന്നെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ രണ്ടാമത് ഏപ്രിൽ മാസം ഉടമ്പടി വെച്ച് മെയ്യൊക്കെ വീണ്ടും എനിക്ക് വിശേഷമൊക്കെ ഉണ്ടായി. ഇപ്പോൾ 5 മാസം കഴിഞ്ഞ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 4-ാം തീയതി
ബൈക്ക് ഒന്ന് തെന്നി വീണിട്ട് കാലിന് ചെറുതായിട്ട് ഒരു ചതവ് പറ്റിയതല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ ഒടിഞ്ഞു പോകണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാതാവ് കാത്തു പരിപാലിച്ച്. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്ന ആ മാസം തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉടമ്പടി നിയോഗം വെച്ച അന്ന് തന്നെ ഞങ്ങളുടെ ഇതെല്ലാം റെഡി ആയതാണ്. പക്ഷേ ഇത്രയും താമസിച്ചിട്ട് അമ്മയോട് തിരുക്കുമാരനോട് ക്ഷമ പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഇവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ വലിയ സാക്ഷ്യങ്ങളാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ജീവിതങ്ങൾ എനിക്ക് അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഉടമ്പടി ചെയ്ത സമയത്ത് ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച സമയത്ത് ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു 15 വർഷമായിട്ട് വഴിയില്ലെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഉള്ളത് കൊണ്ട് അതിനിടയിലൂടെ ഞെരുങ്ങി വേണം പോകാനായിട്ട്. അത് സഹോദരങ്ങൾ തന്നെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പലതവണ ഇതിൻ്റെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ സമർപ്പിക്കും, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു തടസ്സത്തിൻ്റെ സമയത്താണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി ചെയ്ത് പറയുന്നത് 14-ാം ദിവസം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ നീക്കം ഉണ്ടായിട്ട് ആ പോസ്റ്റ് അവിടെ നിന്ന് മാറി അവർക്ക് ആ ഒരു വഴി കൃത്യമായിട്ട് അപ്പോൾ അതിന് അവിടെ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോഴാണ് പറഞ്ഞ പേഴ്സണൽ ലോൺ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ 1,25,000 ലോണ് അത് നമുക്ക് കിട്ടും. അപ്പോൾ അത് 1,40,000 എന്തെങ്കിലും അടച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആ ലോൺ അങ്ങനെ വരുന്നത്. അത് 3 ദിവസം കൊണ്ട് തന്നെ ഇവരുടെ കയ്യിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നടന്ന വഴിപ്രശ്നം, അതായത് 15 വർഷമായിട്ടുണ്ടായിരുന്ന അനുഭവിച്ചിരുന്ന വഴിപ്രശ്നം ഈ ഉടമ്പടി ചെയ്ത ഉടനെ 14-ാം ദിവസം അത് പെട്ടെന്ന് അങ്ങോട്ട് മാറി. പിന്നെ പറയണം 35 വർഷത്തിന് മുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ജനിച്ച നാൾ മുതൽ കാണുകയാണ് അതിര് പ്രശ്നം. അതും സഹോദരങ്ങൾ തമ്മിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സമ്മതിക്കില്ല, അതിര് കെട്ടാൻ വേണ്ടി സമ്മതിക്കണില്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്തേക്ക് അതിര് കെട്ടാനുള്ള കൃപ പരിശുദ്ധ മാതാവ് കൊടുത്തു. അപ്പോൾ അതിന് വേറൊരു പ്രശ്നം എന്നാൽ കല്ലില്ല. ഇപ്പോൾ കല്ലിൻ്റെ വർക്കല്ലാത്തൊരു മകൻ പെട്ടെന്ന് ആ ഒരു ജോലി തുടങ്ങി വെച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ കല്ല് തരാമെന്ന് പറഞ്ഞ് 9 ലോഡ് കല്ലങ്ങോട്ട് ഇറക്കി കൊടുത്തു. എന്നിട്ട് പറയണം അപ്പം തന്നെ ആ മകൻ അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ആ ജോലിയും വിട്ടു. നമ്മൾ മനസ്സിലാക്കി ഇവരുടെ ആവശ്യം കണ്ടുകൊണ്ട് അമ്മ മാതാവ് ഒരു വ്യക്തിയെ പെട്ടെന്ന് അങ്ങോട്ട് ഒരുക്കിയിട്ട് ആ കല്ലെടുത്ത് കൊടുത്തു. അത് മാത്രമല്ല 9 ലോഡ് അടിച്ചു പോയെങ്കിൽ അതിൻ്റെ പൈസ പോലും ആ വ്യക്തിയാണ് ഇവർക്ക് വേണ്ടി മുടക്കി അവർ അതിര് കെട്ടി തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞത് മാത്രമല്ല സഹോദരങ്ങളുമായിട്ടുള്ള ഈ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം മാറി രമ്യതയിലായി, സന്തോഷത്തിലായി. അത് കഴിഞ്ഞ് ഇവർ പറയുകയാണ് ഒത്തിരി നാളായിട്ട് പിണങ്ങിക്കരുന്ന് ഇത് മൊത്തം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലോൺ അടവിൻ്റെ സമയമുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ വന്നു തുടങ്ങിയ കാരണത്തിൽ ഇവർ ചെയ്യുന്ന കൊറോണ കാരണം ആ സമയത്ത് പിന്നെ ലോൺ അടക്കണ്ട എന്നുള്ളൊരു കാര്യം വന്നു. അപ്പോഴത്തേക്ക് അവിടെയും പരിശുദ്ധ മാതാവ് കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് ഇവരുടെ ജീവിത മേഖല ഓരോ മേഖലകളിലും പരിശുദ്ധ മാതാവ് ഇടപെട്ട് അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് പറഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നല്ലൊരു കുഞ്ഞിനെയും നൽകി ഇവർക്ക് അനുഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിന് പരിശുദ്ധ മാതാവ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധമ്മയുടെ നാമത്തിൽ ഉടമ്പടി പോലെ ഇവർക്ക് കിട്ടിയ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു കൊടുത്ത എല്ലാ നിയോഗങ്ങൾക്കും അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം.